ഞാൻ മുഹമ്മദ് മുസമ്മിൽ മണ്ണേക്കര. ഇതെൻ്റെ ഫാമിലിയാണ്. ഞങ്ങളുടെ ഈ പുതിയ വീട് ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഗൃഹപ്രവേശനം നടത്തിയത്. ഈ വീട്ടിലെ ഇന്റീരിയർ വർക്ക്സ്, കിച്ചൺ വർക്ക്സ് എല്ലാം ചെയ്തത് ഗസ്പാച്ചോ കിച്ചൺസ് ആണ്. ഗസ്പാച്ചോ മെയിനായിട്ട് കിച്ചണാണ് ചെയ്യുന്നതെങ്കിലും അവർ നമ്മുടെ ആവശ്യപ്രകാരം അവർ നമ്മുടെ ഇന്റീരിയർ കൂടി അവർ തന്നെയാണ് ചെയ്തു തന്നത്. കിച്ചണിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോളജീസ്, അതിപ്പോൾ ഡിസൈനിലായാലും പ്രൊഡക്ഷനിലായാലും ഒക്കെ അവർ ചെയ്തിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും ടെക്നോളജീസും യൂസ് ചെയ്തിട്ട് കൊണ്ടാണ്. അത് ഒരു ഇന്റീരിയർ അല്ലെങ്കിൽ ഒരു കിച്ചൺ അങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഇൻഡസ്ട്രിയിൽ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള മാർഗങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുക. ഇന്റീരിയറും ഓരോ ഡിസൈനും കാണിച്ചു കൊടുത്ത്, ടേബിൾ ആയാലും ബെഡ്റൂം വാർഡ്രോബ്സ് ആയാലും ഡ്രസ്സിംഗ് ടേബിൾ, സൈഡ് ടേബിൾ, സ്റ്റഡി ടേബിൾ എല്ലാം നമ്മൾ ഓരോ ഡിസൈൻ കാണിച്ചു കൊടുത്ത് ആ സെയിം ഡിസൈൻ തന്നെ അതേ രീതിയിൽ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ അവർ വർക്കേഴ്സ് വളരെ സ്കിൽഡ് വർക്കേഴ്സാണ് എല്ലാവരും. നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ വളരെ ക്ഷമയോട് കൂടി എല്ലാം കേക്ക് ചെയ്തത്. അതുപോലെ തന്നെ അവിടുത്തെ സൂപ്പർവൈസറായിട്ടുള്ള സൈനുദ്ദീൻ, അവൻ ഇന്റീരിയർ വർക്ക് തുടങ്ങിയത് മുതൽ സൈറ്റിലുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ച് ഹൗസ് വാമിംഗ് ദിവസം തന്നെ എല്ലാം പൂർത്തീകരിച്ച് തന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഈ വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഓരോ കാര്യങ്ങളും കുറേ പഠിച്ച്, കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എല്ലാം പിൻട്രസ്റ്റും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കി അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഓരോ ഡിസൈൻസും ഒക്കെ അങ്ങനെ എടുത്തിട്ടാണ് ചെയ്തത്. കിച്ചൻ്റെ ആയാലും കിച്ചൻ്റെ ഓരോ ആക്സസറീസും, ഓരോ ഷെൽഫ് എങ്ങനെയാണ് സജ്ജീകരിക്കേണ്ടത്, എവിടെയാണ് ക്രോക്കറി ഷെൽഫ് വരേണ്ടത്, എവിടെയാണ് കിച്ചൻ്റെ ഓരോ ഷെൽഫും എങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടത്, പാൻട്രി യൂണിറ്റ് എവിടെ കൊടുക്കണം, ക്രോക്കറി ഷെൽഫ് എവിടെ കൊടുക്കണം, ടോൾ യൂണിറ്റ് എവിടെ കൊടുക്കണം, ഇതെല്ലാം വിശദമായി ചർച്ച ചെയ്ത് അവസാനം അതിൻ്റെ റിസൾട്ട് നന്നായി, എല്ലാവർക്കും ഇഷ്ടമായി. അതിനൊരുപാട് നന്ദി.